റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ ഇന്നലെ വീട്ടിൽ മടങ്ങിയെത്തി. ജെയിനിന്റെ ജീവൻ തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിനിടയിലും കൊല്ലപ്പെട്ട ബന്ധുവായ ബിനിലിന്റെ മൃതദേഹം ഇതുവരെയും നാട്ടിലേക്ക് എത്തിക്കാനായിട്ടില്ല. അവസാനമായി ബിനിലിന്റെ മുഖം ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ഭാര്യയും കൈക്കുഞ്ഞും. റഷ്യയിലുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു ഞാനും എൻ്റെ മോനും. അവനിപ്പോ ഒന്നും അറിയാറായിട്ടില്ലല്ലോ. അവൻ വളർന്ന് വലുതാവുമ്പോ ഒരു കഥ പറയാണ്ടെന്ന് പറയും. ചേട്ടായി വിളിക്കുമ്പോ എപ്പോഴും ചേട്ടായി പറയാൻ ഇനിയില്ലല്ലോ. അവന്റെ അങ്കിള് പറഞ്ഞു കൊടുക്കട്ടെ, കുഞ്ഞങ്കിള് വന്നിട്ടുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കട്ടെ അല്ലാതെ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട് യുദ്ധമുഖത്ത് നിന്ന് ജീവൻ തിരികെ പിടിച്ചു മടങ്ങിയെത്തിയതാണ് ജെയിൻ കുര്യൻ. മകന്റെ മടങ്ങിവരവിൽ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പലരുടെയും മുഖത്ത് ആശ്വാസത്തിന്റെ ചെറുപുഞ്ചിരി. അപ്പോഴും ഉള്ളിൽ കനലെറിയുന്നത് പുറത്തറിയാതിരിക്കാൻ ആൾക്കൂട്ടത്തിനിടയിൽ പ്രയാസപ്പെടുകയായിരുന്നു ജോയ്സി. ജയിലിനൊപ്പം കൂലിപ്പട്ടാളത്തിലകപ്പെട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിൻ്റെ ഭാര്യയാണ് ജോയ്സി. ജനുവരി 5-നാണ് ബിനിൽ കൊല്ലപ്പെട്ടത്. അന്നു മുതൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ജോയ്സിയും കുടുംബവും മുട്ടാത്ത വാതിലുകളില്ല. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവരാരും. അവർക്കാർക്കും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ജെയിൻ ചാനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അവസാനം മെസ്സേജ് അയച്ചപ്പോൾ ജെയിൻ ചാനോട് സംസാരിച്ചെന്ന രീതിയിലാണ് എംബസിന്ന് പറഞ്ഞത്. ജോയ്സി 5 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ബിനിൽ റഷ്യയിലേക്ക് പോകുന്നത്. എനിക്ക് 5 മാസം ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് പോയത്. ആള് ഉണ്ണിയുടെ മാമൂസി അമ്മയ്ക്കെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. ഉണ്ണിക്ക് 5 മാസം ഉള്ളപ്പോഴാണ് മരിച്ചു എന്ന് അറിഞ്ഞത്. എന്നിട്ട് നമ്മള് ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. മൃതദേഹം നാട്ടിലെത്തിക്കാത്തതിനാൽ ചടങ്ങുകൾ പോലും നടത്താനായിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാണ്ട് ഒന്നും അറിയില്ല. ഇപ്പോഴും റഷ്യയിലുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കണു. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24.